തങ്കേച്ചിയല്ലേ? ആ അതെ, ഞാനാ വിളിച്ചത്. മോളേതാ? കൃഷ്ണയെ മോൾക്ക് എങ്ങനെ അറിയാം? തങ്കേച്ചി വാ, ഞാൻ പറയാം. എനിക്കെന്റെ മോളെ കാണണം, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എവിടെയാ അവള്? തങ്കേച്ചി, കൃഷ്ണ ഞങ്ങളുടെ വീട്ടിലാ നിന്നിരുന്നേ. നിങ്ങളുടെ വീട്ടിലോ? ഹോട്ടൽ മുറിയിലാണെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞേ. അല്ല, ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ വീട്ടില്? പരിചയമുണ്ട്, എന്നല്ല, എന്റെ ഭർത്താവിന്. തങ്കേച്ചിയും അറിയും. ഞാനറിയോ? അതെ, നാട്ടില് ദുബായ് ഗോപാലൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ? ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ എങ്ങനെ? അത് ചേട്ടന്റെ പാസ്പോർട്ടിന്റെ ഒരു കാര്യമായിട്ട് ഇവിടെ തങ്ങേണ്ടി വന്നതാ. അതൊക്കെ പിന്നെ ഞാൻ തങ്കേച്ചിയോട് പറയാം. അല്ല, കൃഷ്ണ നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കില് പിന്നെന്തിനാ ഉണ്ണിമായെ വിളിച്ച് കൃഷ്ണയെ ചോദിച്ചേ? എന്താ എന്റെ മോക്ക് പറ്റിയേ? കൃഷ്ണ ആ ചിട്ടിക്കാരി സുന്ദരിയെ തിരികെ നടക്കായിരുന്നു. ഇന്ന് രാവിലെയും കൂടി ഗോപാലേട്ടന്റെ കൂടെ അവള് പുറത്തു പോയതാ. പക്ഷേ ഈ നേരമായിട്ടും രണ്ടുപേരും തിരിച്ചു വന്നിട്ടില്ല. രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കൃഷ്ണ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചേ. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? അതെ, എന്റെ കൃഷ്ണമോക്ക് എന്തെങ്കിലും പറ്റിയാല്? തങ്കേച്ചി പേടിക്കാതിരിക്കേ, എന്തായാലും വന്നല്ലോ. കൃഷ്ണയെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എനിക്ക് കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഇന്നലെ മനസ്സിലൊരു ഇടിമിന്നൽ പോലായിരുന്നു. അവക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊരു... തങ്കേച്ചി വായോ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഭഗവാൻ അവളുടെ കൂടെ ഉണ്ടാവും. ഈശ്വര.